ഇന്ന് കുവൈത്തിലെ സാംസ്കാരിക സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സന്തോഷം എനിക്കൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മുടെയൊക്കെ സുഹൃത്തായ അബ്ദുറഹീം എന്ന വ്യക്തി 2 വർഷങ്ങളായി കുവൈത്തിലെ മുബാറക് മെഡിക്കൽ കോളേജിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലാവുകയായിരുന്നു. അദ്ദേഹം ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാറ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു പോസ്റ്റ് പോണത്തെ ഒരു സാധനത്തിൽ ഇടിക്കുകയും ഒരു കേസ് അദ്ദേഹത്തിന് കടന്നു വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നുപോയി. പക്ഷേ അദ്ദേഹത്തിന് കേസുള്ളത് കാരണം അദ്ദേഹത്തിന് നാട്ടിലേക്ക് കയറ്റി വിടുക എന്നുള്ളത് വളരെയധികം പ്രയാസമായി. അങ്ങനെ നിരന്തരം സാമൂഹ്യ സേവന പ്രവർത്തകർ, വിവിധ സംഘടനകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി 2 വർഷത്തിന് ശേഷം ഇന്ന് അദ്ദേഹം ഇപ്പോൾ ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അദ്ദേഹം കോഴിക്കോട് ഇറങ്ങും എന്നുള്ള സന്തോഷ വാർത്ത കുവൈത്തിൽ നിന്നും എൻ്റെ സുഹൃത്തായ അബ്ദുൽ അസീസ് പുല്ലാളൂർ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. വളരെയധികം സന്തോഷം. അദ്ദേഹമൊക്കെ നിരന്തരം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ അബ്ദുറഹീം എന്നവരെ ഇന്ന് നാട്ടിലേക്ക് എത്തുവാൻ കഴിഞ്ഞത്. കാരണം 2 വർഷം നമുക്കൊക്കെ അറിയാം, കൊറോണയായിട്ട് നമ്മൾ 15 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. അത്തരം 2 വർഷമായിട്ട് ഫാമിലിയെ കാണാതെ വലിയ ഒരു SLC പഠിക്കുന്ന കുട്ടിയുണ്ട്, 2-3 കുട്ടികളുള്ള അദ്ദേഹം, നമ്മുടെ തൊട്ടടുത്ത കോഴിക്കോട് ജില്ലക്കാരനായ അദ്ദേഹത്തിൻ്റെ അടുത്ത് 2-3 പ്രാവശ്യമൊക്കെ ഞാൻ പോയപ്പോൾ എന്നോട് വളരെയധികം സങ്കടത്തോടു കൂടി എനിക്കൊന്ന് നാട്ടിലെത്തിക്കിട്ടണം, അത്രമാത്രമേ ഉള്ളൂ, എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ ചങ്ക് പൊട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് അദ്ദേഹം ഫ്ലൈറ്റിൽ വരുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം കിട്ടട്ടെ, നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളൊക്കെ കണ്ണിലുണ്ണിയായ പ്രത്യേക നന്ദി പറയേണ്ടത് അറഫാത്താണ്. ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്, മെഡിക്കൽ രംഗത്ത് ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ മുബാറക് മെഡിക്കൽ കോളേജിലെ സീനിയർ ലാബ് ടെക്നീഷ്യനായ അറഫാത്ത്. അദ്ദേഹം ഇതിൽ വളരെയധികം നിർണായകമായി ഇടപെട്ടു. അതുപോലെ തന്നെ അബ്ദുൽ അസീസ് പുല്ലാളൂർ എന്ന ഞങ്ങളൊക്കെ സുഹൃത്തായ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ നിരന്തരം ഓടിയിട്ടുണ്ട്. PP ലത്തീഫ് കൊല്ലം, ഹാരിസ് വലിയോത്ത്, ഷമീർ അടിവാരം തുടങ്ങി, ഷമീർ മുസ്ലിയാർ തുടങ്ങി ഒരുപാട് ആളുകളെ KMCCയുടെയും ICFൻ്റെയും ഒക്കെ ഒരുപാട് പല സംഘടനകളുടെയും പലരും ഇതിനു വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. കുവൈത്തിലെ എല്ലാവിധ ജനങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാഫ്, അഷ്റഫ്, ചെറുവാടി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പല നിലക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്ന ഒരു ബ്ലോഗർ എന്നുള്ള നിലയ്ക്ക് വളരെയധികം സന്തോഷം എൻ്റെ ചാനലിൻ്റെ പേരിൽ കൂടി അറിയിക്കുന്നു.